ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പുതിയ ഭാഗത്തില് വിഷ്ണുവിന്റെ അടുത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നൂർജഹാൻ പറയുന്നത് കേൾക്കുമ്പോ വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവാണേ. അയാൾ ഒരു ദുഷ്ടനാണ് വിഷ്ണു ഏട്ടാ. അച്ഛനെയും സത്യാമ്മയെയും ഒരുപാട് ചീത്ത വെക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അയാളെ വെറുതെ വിടരുത്, ഒരടിയെങ്കിലും എനിക്ക് വേണ്ടി കൊടുക്കണം വിഷ്ണു ഏട്ടാ, അതെന്റെ ഒരു കൊട്ടേഷനാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വിഷ്ണുവിന് ഇതെല്ലാം കേട്ടിട്ട് തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. കൈ ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ് അവിടെ. പിന്നീട് കാണിക്കുന്നത് ശാലിനിയുടെ ഓഫീസിലാണ്. അങ്ങനെ ശാലിനി ആണെങ്കിൽ ആരെയും വിളിച്ച് എന്തോ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നന്നായി ചീത്ത വിളിക്കാനേ. ആരോട് പറയാൻ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് പിന്നീട് ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുമ്പോ ശാരദാമ്മയുടെ കോള് വരും. മോളെ ശ്യാമ ഇവിടുന്ന് ഇറങ്ങി, നിനക്കറിയാലോ അവള് 2-3 ദിവസമായിട്ട് ഇവിടെ എങ്ങനെയോ നിന്നതാ. അവിടെ ചെല്ലുമ്പോ രോഹിത് എന്തെങ്കിലും ചെയ്യോ, എനിക്ക് നല്ല പേടിയുണ്ട്. ശാലിനി പറയും, ഏയ് പേടിക്കാൻ പോയാ പിന്നെ എല്ലാത്തിനും പേടിക്കാനല്ലോ, ഇതിപ്പോ എന്തായാലും ശ്യാമ അവന്റെ അടുത്തേക്ക് തന്നെ പോകണല്ലോ, എല്ലാ കാര്യവും അമ്മയോടൊപ്പം നിർത്താൻ പറ്റില്ലല്ലോ. ശാരദാമ്മ പറയും, അതില്ല, പക്ഷെ രോഹിത്തിന്റെ സ്വഭാവം വെച്ച്. ശാലിനി പറയും, ചിലപ്പോ ഇതിലൂടെ നന്നായാലോ, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് അവനും തോന്നിയാലോ. ശാരദാമ്മ പറയും, അങ്ങനെയാണെങ്കിൽ നല്ലത്. പാപ്പിമോളെ ചിലപ്പോ അവളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവായിരിക്കല്ലേ. ശാലിനി പറയും, സത്യ വിളിക്കാൻ പോകുമ്പോ അമ്മ നോക്കേ, ശ്യാമ കൊണ്ടുപോയിട്ടില്ലെങ്കിലേ അമ്മ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ശ്യാമയ്ക്ക് സൗകര്യം പോലെ വന്ന് കൊണ്ടുപോയാൽ മതിയല്ലോ. അവരൊന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, ഇനി നമ്മളായിട്ടൊരു തടസ്സം ഉണ്ടാക്കണ്ട. ശാരദ പറയും, എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു പേടിയുണ്ട് മോളെ. പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ച് കഴിയുകയാണെങ്കിൽ അങ്ങനെ കഴിയട്ടെ അമ്മേ. വേർപിരിഞ്ഞ് കഴിയുന്നതിന്റെ വേദന ശരിക്കും അറിയാവുന്നത് കൊണ്ടാ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ കണ്ടിൽ നിന്ന് നടിക്കാൻ ഞാൻ ശ്യാമയോട് പറയുന്നത്. പരസ്പരം മത്സരിക്കാൻ പോയാൽ കൈവിട്ടു പോകുന്നത് ജീവിതം. ശാരദ പറയും, അറിയാം മോളെ, അവിടെ ചെന്നാലും വഴക്കും ബഹളവും ഇല്ലാതെ കഴിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അങ്ങോട്ട് അനു വരും. ശരി അമ്മേ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി കട്ട് ചെയ്യണേ. അങ്ങനെ അനു വന്നിട്ട് കാര്യം പറയുന്ന കേൾക്കുമ്പോ ശാലിനി ഞെട്ടാണ്. അങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് വിഷ്ണു സാറിന്റെ വീടില്ലേ, അതായത് രോഹിത് ലളിത് വാങ്ങിയ വീട്, ആ വീട് കേന്ദ്രീകരിച്ച് ചില ബിസിനസ്സുകളൊക്കെ രോഹിത് പ്ലാൻ ചെയ്യുന്നുണ്ട്. രോഹിത് എന്ന് പറയുമ്പോ ഒറ്റയ്ക്കല്ല, സുസ്മിതയും ചന്ദ്രബോസും എല്ലാവരും ഉണ്ട്. എന്തൊക്കെയോ പ്ലാൻ ചെയ്യാനുള്ള ഉദ്ദേശ. ശാലിനി പറയും, രോഹിത് ചിലപ്പോ വരുമാന മാർഗം ഉദ്ദേശിച്ചായിരിക്കാം. അനു പറയും, വരുമാനമൊക്കെ ഉണ്ടാകും, പക്ഷെ സംഗതി ഇല്ലീഗലാ. അറിഞ്ഞിടത്തോളം മൊത്തത്തിൽ തലവേദനയ്ക്കുള്ള വകുപ്പുകളാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. എന്തായാലും നടത്താൻ പോകുന്നത് നേരായ വഴിക്ക് കാശുണ്ടാക്കുന്ന പരിപാടിയല്ല. പിടിക്കപ്പെട്ടാൽ രോഹിത്തിന്റെ തലയിൽ എല്ലാം കൂട്ടിക്കെട്ടി വെച്ച് ചന്ദ്രബോസും സുസ്മിതയും വലിയും. ഇതിന്റെ അവസാനം അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ. ശാലിനി പറയും, ഇപ്പൊ അമ്മ വിളിച്ചത് ഇത് പറയാൻ തന്നെയാ. ആ വീട്ടിലേക്ക് ശ്യാമ ചെന്ന് കയറിയിട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ഒരാള് അവിടെയുള്ള നല്ലതാ. എന്തെങ്കിലും രീതിയിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടക്കുന്നതെങ്കിൽ ശ്യാമ നമ്മൾ വിവരം അറിയിക്കുമല്ലോ. അനുവിന് അത് വലിയ വിശ്വാസം തോന്നുന്നില്ല, പ്രതീക്ഷിക്കാം. എന്തായാലും അനു ശ്രദ്ധിക്കേ, കൈവിട്ടു പോയാലും നമുക്ക് ആ വീട് ഒഴിവാക്കാൻ പറ്റില്ല. ശരി മാഡം എന്ന് പറഞ്ഞ് അനുവിടുന്ന് പോകും. ശാലിനി പിന്നീട് രോഹിത് എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മദ്യക്കടത്താണെന്ന് ശാലിനിക്ക് അറിയില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിലെ മദ്യം ഇങ്ങനെ ഓരോ ബോക്സിലാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഉപേന്ദ്രൻ പറയും, വേഗമാവട്ടെ, ഒറ്റ കുപ്പിയും ലേബലും ഇവിടെ ഉണ്ടാവരുത്, തെളിവിനായിട്ട് ഇവിടെ ഇട്ടേക്കരുതെന്ന് ഞാൻ പറഞ്ഞത്, സൂക്ഷിച്ച്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റണേ. രോഹിത് വന്നിട്ട് വയ്ക്കും, എന്താ ഇത് എങ്ങോട്ടാ മാറ്റുന്നത്? ഉപേന്ദ്രൻ പറയും, ചന്ദ്രബോസിന്റെ നിയന്ത്രണത്തിലുള്ള ഏതോ ഗോഡൌണിലേക്കാ, മഷി ഇട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലം. രോഹിത് പറയാം, അപ്പൊ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർക്ക് എന്ത് ചെയ്യും? ഉപേന്ദ്രൻ പറയും, ആദ്യം ചുവട് ഉറപ്പിക്കാൻ നോക്കട്ടെ, എന്നിട്ട് മതി കച്ചവടം. ആദ്യം സേഫ് ആയിട്ടൊരു സ്ഥലം കിട്ടട്ടെ, എന്നിട്ടാവാം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. കൈ തൊട്ടാൽ പണം വരുന്ന ബിസിനസ്, ശത്രുക്കൾ കൂടും, അതുപോലെ ബന്ധുക്കളും. 2 കൂട്ടരെയും അകറ്റി നിർത്തിക്കൊണ്ട് വേണം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല, ഈ ചതി എവിടുന്ന വന്നതെന്ന് വല്ല സൂചനയുണ്ടോ? ഉപേന്ദ്രൻ പറയും, അത് ബോസ് പറഞ്ഞില്ല, പക്ഷെ കൂട്ടത്തോടെ പൊക്കാനായിരുന്നു പ്ലാൻ. അത് സംയുക്തമായിട്ട് ക്രൈംബ്രാഞ്ചും എക്സൈസും വരണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളറിയാവുന്ന നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോ ഒരാൾ. അപ്പോഴേക്കും വെപ്രാളത്തോടു കൂടി സുസ്മിത കാർന്ന് വന്ന് ഇറങ്ങണേ. ഉപേന്ദ്രൻ പറയും, ആ ഒറ്റവന്റെ 16 കൂടാനുള്ള സാധനങ്ങളുമായിട്ടാണ് സുസ്മിത വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ സുസ്മിത വന്നിട്ടേക്കും, എന്താ ഉണ്ടായത്? ഉപേന്ദ്രൻ പറയും, ഒരു ഒറ്റ നടന്നു. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു സംശയം. അത് ചോദിച്ചതാണെങ്കിലോ ചന്ദ്രബോസിനോട്. ആരാ പറഞ്ഞെന്നുള്ള കാര്യം അവര് പറഞ്ഞില്ല. സുസ്മിത പറയും, അതാരായിരിക്കും? നമ്മുടെ കൂട്ടത്തിന്ന് നമ്മളെ ഒറ്റാൻ ധൈര്യം കാണിച്ച ആ ജീവനിൽ പേടിയില്ലാത്തവൻ, അവൻ ആരായാലും അവന്റെ കാര്യം പോക്കാം. രോഹിത് പറയും, എങ്കിൽ വേറെ ആരെയും സംശയക്കണ്ണോട് കൂടി നോക്കുന്നുവൻ. ഒറ്റ നടന്നിരിക്കുന്നത് സുസ്മിതയുടെ ചിറകിനടിയിൽ ഒളിച്ചിരിക്കുന്നവന്റെ അടുത്തുനിന്ന് തന്നെയാ ജഗദീപ്. അവൻ അറിയാതെ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പോവില്ല. സുസ്മിതയ്ക്കും, അതിനുള്ള ധൈര്യം അവനുണ്ടോ? ഉപേന്ദ്രൻ പറയും, അവനായിട്ടുള്ള ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ അവനെ അളന്നത്. മുന്നിൽ നിന്ന് വിശ്വാസം പിടിച്ചെടുത്ത് പിന്നിൽ നിന്ന് കുത്താൻ അവൻ മിടുക്കനാ. ചതി വന്നിരിക്കുന്നതും ആ വഴിക്ക് തന്നെയാ. അപ്പോഴായിരിക്കും വിഷ്ണുവിന്റെ എൻട്രി. അങ്ങനെ ഇതൊന്നും ഇവരെ അറിഞ്ഞിട്ടില്ല. ഉപേന്ദ്രൻ പറയും, അവനെ പൊക്കി 2 എണ്ണം കൊടുത്ത് ഏതൊക്കെ ഏമാന്മാരുടെ മുന്നിൽ പോയി നിന്ന് കുംഭസാരം വിളമ്പിയിട്ടുണ്ടെന്ന് അവനെ കൊണ്ട് എന്നെ പറയിപ്പിക്കാൻ പറ്റും. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വിഷ്ണു പുറത്തുനിന്ന് ഉപേന്ദ്ര എന്ന് ഉച്ചത്തിൽ അല്ലറി വിളിക്കുന്നത്. ഇറങ്ങി വാടാ. ഇത് കേട്ട് എല്ലാരും ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോ വിഷ്ണു അത്തേക്ക് കയറി പോകും. വിഷ്ണു ഇങ്ങനെ വന്നു കയറുന്നത് ദേഷ്യത്തിലാണ്. ഉപേന്ദ്രനെ നോക്കിയിട്ട് പറയും, ആണുങ്ങളില്ലാത്ത നേരത്തെ കുടുംബത്തിൽ കയറി വന്ന് പോക്കിത്തരം കാണിച്ചിട്ട് നീ അകത്ത് കയറി ഇരുന്ന് അടയിരിക്കാണല്ലടാ.
അങ്ങനെ പറഞ്ഞു പെട്ടെന്നായിരിക്കും വിഷ്ണു താഴെയൊക്കെ കുപ്പികൾ ഇങ്ങനെ നിൽക്കുന്നത്, താഴെ മാത്രമല്ല ചുറ്റിലും. ഓ അത് ശരി, അപ്പൊ ഇവിടെ ഈ ബിസിനസ് ആണല്ലേ എന്ന് പറഞ്ഞൊരു ബോട്ടില് എടുത്ത് എറിഞ്ഞു പൊട്ടിക്കാണ്. അത് അപ്പൊ തന്നെ അവിടെ എല്ലാം ചിന്നി ചിതറി മദ്യം എല്ലായിടത്തും ഒഴുകാണ്. ബാക്കിയെല്ലാം വിഷ്ണു ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. സുസ്മിതയും അതുപോലെ രോഹിത്തും ഉപേന്ദ്രനും ഞെട്ടിപ്പോവും. വിഷ്ണു പവിത്രമായിട്ടുള്ള എന്റെ വീട്, എന്റെ അമ്മ ദിവസവും പ്രാർത്ഥനയോടെ വിളക്ക് എത്തിച്ചിരുന്ന വീട്, നീയൊക്കെ പട്ടച്ചാരായത്തിന്റെ ബിസിനസ് തുടങ്ങിയല്ലടാ. എടാ പന്നെ, എങ്ങനെ തോന്നിയടാ മഹാഭാവി നിനക്ക് എന്ന് പറഞ്ഞോണ്ട് രോഹിത്തിന്റെ കോളറിൽ കയറി പിടിക്കും. നിനക്ക് ഈ വീട്ടിൽ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുടെ പട്ടി. അതില് സുസ്മിത വന്നിട്ട് നിക്ക് വിഷ്ണു വിടവനെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചു മാറ്റും. അതിന്റെ ക്രെഡിറ്റ് രോഹിത്തിനല്ല, എനിക്കാ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഈ വീട് ഞാൻ കുളം തോണ്ടുന്നേ, എന്നിട്ട് ആ കുളത്തിൽ ആർമതിച്ച് കുളിക്കുന്നേ. വിഷ്ണുവരൻ കുളിക്കാനല്ല, നിന്നെയൊക്കെ കുളിപ്പിച്ച് കിടത്താനടി ഞാൻ വന്നിരിക്കുന്നത് പന്നെ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് പൊട്ടിക്കും. സുസ്മിത അങ്ങ് ഞെട്ടിത്തരിച്ച് വട്ടം കറങ്ങി പോകും ഒരൊറ്റ അടിയില്. എല്ലാരും ഇത് നോക്കി നിൽക്കുമ്പോഴേക്കും ഉപേന്ദ്രനെ ഒരൊറ്റ ചവിട്ട് കൊടുക്കും. അതിൽ രോഹിത്തിട്ടോ നിർത്തടാ എന്ന് പറയുമ്പോഴേക്കും രോഹിത്തിനും നന്നായിട്ട് കിട്ടും. എന്റെ അച്ഛനെ നീ കൈവയ്ക്കരുടാ എന്ന് പറഞ്ഞ് ഉപേന്ദ്രനെ പോയി പിടിക്കുമ്പോ ഉപേന്ദ്രൻ തട്ടിയിട്ട് പറയും, നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ എന്റെ ഏട്ടനായിരുന്നത്, അതിനു മുമ്പ് അയാളൊരു ചതിനായിരുന്നടാ. സ്വന്തം കൂടപ്പറപ്പിനെ ഒരു ദയദാക്ഷിണ്യവും കാണിക്കാതെ ചതിച്ച ദുഷ്ടൻ. അയാളുടെ പുക കണ്ടിട്ട് ഞാൻ ഇനി മലേഷ്യയിലേക്ക് പോകും. വിഷ്ണു നീ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല, ഇവിടെ ഈ നിമിഷം നീ പെടഞ്ഞു വീഴാൻ പോവാടാ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന വള ഊരി അത് കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് ഒരൊറ്റ കുത്തു വെച്ചെടുക്കും മുഖത്ത്. അത് നേരെ ഗുണ്ടകളുടെ മുന്നിലേക്കാ വീഴുന്നത്. രോഹിത്തും സുസ്മിതയും ഇത് കണ്ട് ഞെട്ടുന്നുണ്ട്. ഉപേന്ദ്രൻ ഗുണ്ടകളോടെ വിഷ്ണുവിനെ അടിച്ചോടിക്കാൻ പറയാണ്. എന്നാ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അവർക്കാ കിട്ടുന്നത്. കൂട്ടത്തില് രോഹിത്തിനും കിട്ടുന്നുണ്ട്. ഈ ഒരുപാട് അടി കിട്ടുമ്പോ ഗുണ്ടകൾ ഓടിപ്പോകും. രോഹിത്തും ഉപേന്ദ്രനും സുസ്മിതയും വീണ്ടും അവിടെ തന്നെ. വീണ്ടും ഒരു കുപ്പി പൊട്ടിച്ചിട്ട് ഉപേന്ദ്രനെ പിടിച്ചു വലിച്ച് വീണ്ടും തല്ലണേ. നീയൊക്കെ എന്റെ വീട്ടില് ചാരായപ്പുഴ ഒഴുക്കുമല്ലടി, ആ പുഴയിലെ നിന്നെ ഇവനെയൊക്കെ ഒഴുക്കി വീഴാൻ പോവാടി എന്ന് പറഞ്ഞ് ഉപേന്ദ്രന്റെ കൈ പിടിച്ച് തിരിക്കുമ്പോ അത് കാണുമ്പോ തന്നെ സുസ്മിതയ്ക്ക് അങ്ങ് പേടിയാവും. അങ്ങനെ അയാളെ പിടിച്ചു വലിച്ച് തല്ലി താഴെ ഇടണേ. സുസ്മിത ഇങ്ങനെ പേടിച്ച് നിൽക്കാണ്. അത് നോക്കിയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ രോഹിത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്നെ സുസ്മിതയുടെ കാരണം നോക്കി വിഷ്ണു ഒന്നുകൂടെ അടിക്കും. ശേഷം രോഹിത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ രോഹിത്ത് പേടിച്ച് പിറകിലേക്ക് പോകും. വിഷ്ണു പറയും, ഇത് നിനക്ക് വീടല്ല ദേവാലയ, കാരണം കേറി കിടക്കാൻ ഒരിടം ഇല്ലാതിരുന്ന നിനക്ക് എന്റെ അമ്മ ഒരുക്കിയതെന്ന് ദേവാലയം. ആ വീട്ടിലാടാ, ആ വീട്ടിലാ നീ ഇപ്പോ വാറ്റുകേന്ദ്രം തുടങ്ങിയത്. എന്റെ അമ്മ എന്നെക്കാളും കൂടുതൽ സ്നേഹിച്ചതല്ലേടാ നിന്നെ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കഴുത്ത് അമർത്തി പിടിക്കുക. ആ നീ പാല് തന്നെ കഴിക്കി തന്നെ തിരിച്ചു കൊത്തി. അല്ലേടാ പൊന്നെ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ പിടിച്ച് താഴേക്കിടും. വിഷ്ണു അടുത്തേക്ക് ഇങ്ങനെ ചെല്ലണേ. ഈ സമയത്തായിരിക്കും ഓട്ടോയില് ശ്യാമയും കൂടെ പപ്പിയും വരുന്നത്. വാ എന്ന് പറഞ്ഞ പപ്പിയെ കൂട്ടി വരികയാണ് ശ്യാമ. അങ്ങനെ ഇതൊന്നും അറിയാതെ വിഷ്ണു പറയും, ഇത് നിനക്ക് എന്റെ അച്ഛനെയും അമ്മയെയും ക്രൂരമായി ചതിച്ചതിന് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടുക. ഈ സമയം സുസ്മിത വേഗം പുറത്തേക്ക് അങ്ങ് പോകും. വിഷ്ണു പറയും, ഇനി കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച എന്നെ നീ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് എടുത്ത് രോഹിത്തിന്റെ തലയിൽ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും തൊട്ടുപോകരുത് എന്റെ ഭർത്താവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ അങ്ങോട്ട് കയറി വരിക. അപ്പോഴേക്കും പപ്പി ഓടി വരും. വിഷ്ണുച്ച വേണ്ട വിഷ്ണുച്ച, എന്റെ അച്ഛനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കാലിൽ പിടിക്കുക. ഒന്നും ചെയ്യില്ല വിഷ്ണുച്ച എന്ന് പറഞ്ഞ് പപ്പി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയണേ. വിഷ്ണു രോഹിത്തിനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് ആ ബോക്സ് അങ്ങോട്ട് വലിച്ചെറിയും പുറത്തേക്ക്. അങ്ങനെ ശ്യാമയും കയറി വന്നിട്ട് പറയും, ഇതിപ്പോ ഞങ്ങളുടെ വീടാ, ഞാനും എന്റെ ഭർത്താവും ദാ എന്റെ മോളും താമസിക്കുന്ന വീട്. ഇവിടെ ഞങ്ങൾ പല ബിസിനസ്സും ചെയ്യും. പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുക. ദേ ഇനി എന്റെ ഭർത്താവിനെ നിങ്ങൾ തൊട്ടാ ഭവന വേദനത്തിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. വിഷ്ണു ഷോക്കായി പോകും. രോഹിത്തൊക്കെ ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിക്കുക. ശ്യാമറിയും ഇറങ്ങി പോകാനൊന്നും ഞാൻ പറയില്ല, പക്ഷെ പോകേണ്ടത് നിങ്ങളുടെ മര്യാദയാ. പപ്പിയെ നോക്കുമ്പോ പപ്പി കരഞ്ഞോണ്ട് പറയും, വേണ്ട വിഷ്ണുച്ചാ, എന്റെ അച്ഛൻ പാവാ, എന്റെ അച്ഛനെ ഉപദ്രവിക്കില്ല വിഷ്ണുച്ചാ. വിഷ്ണുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകണേ. സംസാരിക്കാൻ പറ്റുന്നില്ല. ഇല്ല എന്നിങ്ങനെ പപ്പിയുടെ കവിള് വേവിച്ചുകൊണ്ട് പറയും, ഇനി വിഷ്ണുവച്ചൻ ഉപദ്രവിക്കില്ല. പക്ഷേ എന്റെ മോൾക്ക് വല്ല ആപത്തും വന്നു എന്ന് എന്റെ വിഷ്ണുവച്ചൻ അറിഞ്ഞ വിഷ്ണുവച്ചൻ വരും, അത് വിഷ്ണുവച്ചന്റെ കടമയാ എന്ന് ശ്യാമയുടെ മുഖത്ത് നോക്കി പറയുമ്പോ ശ്യാമ മുഖം താഴ്ത്താണ്. ശേഷം ഉപേന്ദ്രന്റെ അടുത്തേക്ക് വരുമ്പോ അയാളെ ബാക്കോട്ട് ഇങ്ങനെ നിരങ്ങി പോകും. അങ്ങനെ വിഷ്ണു പറയും, ഇപ്പൊ ഞാൻ പോവാ, ഇന്നിപ്പോ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റിക്കൊള്ളണം. ഈ കിടക്കുന്ന ഒരു ചാരായ കുപ്പി പോലും ഇവിടെ ഇനി കണ്ടുപോകരുത്. കണ്ട ഇതായിരിക്കില്ല നിന്റെയൊക്കെ വിധി, കേട്ടോടം എന്ന് പറഞ്ഞിങ്ങനെ പപ്പിയെ നോക്കുമ്പോ ശ്യാമ അങ്ങ് മുഖം തിരിച്ചാളും. അങ്ങനെ വിഷ്ണു പപ്പിയെ നോക്കിയിട്ട് പറയും, വിഷ്ണുവച്ച പോട്ടെ. ശ്യാമയെ നോക്കുമ്പോ ശ്യാമ വീണ്ടും തല താഴ്ത്തും. മുഖത്ത് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും വൃത്തിയിട്ട സ്വഭാവ ശ്യാമയും കാണിച്ചിരിക്കുന്നത്. സുസ്മിത ഇതൊക്കെ കണ്ടിങ്ങനെ രസിക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിന്റെ വരവ് കാണുമ്പോ വേഗം അങ്ങോട്ട് മാറി നിൽക്കും. അങ്ങനെ വിഷ്ണു അവിടുന്ന് ബൈക്ക് എടുത്ത് പോവാണ്. സുസ്മിത അകത്തേക്ക് കയറും. ശ്യാമ പപ്പിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ പപ്പിനെയും ശ്യാമേനെയും നോക്കി ഇങ്ങനെ ചിരിക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ അടുത്ത് പിള്ളച്ചേട്ടന് ഓർഡർ കിട്ടാനുള്ള ചില കണക്കുകൾ എഴുതി കൊടുത്തിരിക്കുകയാണ്. ചില അഡ്രസ്സുകളെ 100 പറഞ്ഞെന്നാണ് പറയണത്. അങ്ങനെ അവര് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണേ. പല കടകളിൽ നിന്നും വിറ്റുപോയതിനു ശേഷം പൈസ കിട്ടുള്ളൂ. പിള്ളച്ചേട്ടൻ പറയും, അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അങ്ങനെ കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ശാലിനി കാറിൽ വരുന്നത്. അത് ശാലിനി കുഞ്ഞിന്റെ കാറാണല്ലോ. അപ്പോഴേക്കും ശാലിനി കാറിന് ഇറങ്ങാണ്. ശാലിനിയെ കാണുമ്പോ മൈൻഡ് ചെയ്യാതെ ബുക്ക് നോക്കിയിരിക്കും. ശാലിനി അടുത്ത് വന്ന് നിൽക്കുമ്പോഴും നോക്കുന്നില്ല. അത്
അതില് പിള്ളച്ചേട്ടൻ പറയും ഇതാരും ശാലിനി കുഞ്ഞ, സാറിനെ കാണാൻ ഇറങ്ങിയതായിരിക്കും. ശാലിനി പറയും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛനെ കണ്ടില്ലല്ലോ, എനിക്കൊന്ന് കാണുന്നുണ്ട്. ബാമ മൈൻഡ് ചെയ്യുന്നില്ല. ശാലിനി ബാമയെ നോക്കിക്കൊണ്ടാ പറയുന്നത്. പിള്ളച്ചേട്ടൻ പറയും അച്ഛനകത്തുണ്ട്, മോളകത്തേക്കല്ലേ. ബാമ അതിനും ഒന്നും പറയുന്നില്ല. അങ്ങനെ ശാലിനി പോകാൻ തുടങ്ങുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഭാഗത്തുള്ളത്. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്